ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജീസ് പാഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാട്ടിലെ ഒരു നൊസ്റ്റാൾജിക് പലഹാരമായ സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചായക്കട പലഹാരമായ സുഖിയൻ. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ശർക്കര അതിൽ ഉരുക്കിയെടുക്കണം. ശർക്കര ഞാൻ ചതച്ചെടുത്തിരിക്കുകയാണ് ഉരുകാൻ എളുപ്പത്തിനായിട്ട്. ഇത് 150 ഗ്രാം ശർക്കരയുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം. അത് ഒട്ടും കൂടി പോകരുത്, ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. മീഡിയം ഹീറ്റിൽ വെച്ച് ചൂടാക്കിയാൽ മതി. അത് പതുക്കെ ഇളക്കി കൊടുക്കണം. ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ശർക്കര നന്നായിട്ട് ഉരുകുന്നത് വരെ ഇങ്ങനെ ഇളക്കണം. ഇപ്പോൾ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഉരുകി അത് നല്ല തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് തീയെ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാനിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ചെറുപയർ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാൻ തന്നെയാണിത്. ആ പാൻ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ പാനിലേക്ക് ഉരുക്കിയ ശർക്കര നമ്മൾ ഒഴിച്ചു. അരിച്ചൊഴിക്കുക. അതിലെന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിച്ച് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇടണം. ഈ പാനും ചെറിയ മീഡിയം ചൂടിൽ വെച്ചാൽ മതി, ഒരുപാട് ചൂട് വേണ്ട. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ അതിൽ ശർക്കര കുറച്ച് ലൂസാവും തേങ്ങയിലുള്ള വെള്ളം കൊണ്ട്. ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റണം. ഇപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, തേങ്ങയുടെ വെള്ളം. ആ വെള്ളം വറ്റുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, അതിൽ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. ആ വെള്ളം നന്നായിട്ട് വറ്റണം. അപ്പോൾ തേങ്ങ ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും തേങ്ങയ്ക്ക്. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ട് അത് ഉണങ്ങി പോകാതെ നോക്കിക്കോണം, ഒട്ടും ഉണങ്ങി പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുകയാണ്. ഏലക്കപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇപ്പം നല്ല ആ തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണമൊക്കെ ഇപ്പോൾ വരും. തേങ്ങ അതിൽ കിടന്ന് നന്നായിട്ട് വരട്ടി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാൻ പോകണം. ചെറുപയർ കുറേശ്ശെ ചേർക്കാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട്. ഈ ചെറുപയർ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അത് വെറുതെ പാനിൽ ഇട്ടിട്ട് തിളപ്പിച്ചാണ് വേവിച്ചത്. പ്രഷർ കുക്കറൊന്നും ഉപയോഗിച്ചില്ല. പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് വെന്ത് പോകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പാനിൽ വെച്ചിട്ടാണ് എപ്പോഴും വേവിക്കുന്നത്. അത് ആ കറക്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി. അത് പയർ ശരിക്കും നികക്കാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ പയർ വെന്ത് കഴിയുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. ഈ വെള്ളം വറ്റിച്ചാണ് എടുക്കേണ്ടത്. ചെറുപയർ ഒരുപാട് വെന്ത് പോകാനും പാടില്ല. ചെറുപയർ നമ്മൾ തേങ്ങയിലേക്ക് ചേർക്കുമ്പോൾ അതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. പിന്നെ നമുക്ക് ഉരുളയാക്കി ഉരുട്ടിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളം ഒട്ടുമില്ലാതെ ചെറുപയർ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പോൾ ശർക്കരയും തേങ്ങയും ചെറുപയറും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ഒട്ടും വെള്ളമില്ലാതെ നല്ല ഉരുട്ടുന്ന പാകത്തിനായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ ഇളക്കി അത് വെള്ളം നന്നായിട്ട് വറ്റിച്ച് എടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് ആറാൻ വയ്ക്കാം. ചെറുപയർ ആറുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളകൾ മുക്കിയെടുക്കാനുള്ള മൈദ റെഡിയാക്കാം. ഞാൻ മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. അതിലേക്ക് വെള്ളം ഒഴിച്ചു. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 150 മില്ലി ലിറ്ററിൻ്റെ കപ്പിലളന്ന 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 150 മില്ലി ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. പകുതി വെള്ളം ആദ്യം ചേർത്തു, ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി എന്നിട്ട് ബാക്കി വെള്ളം കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം കൂടെ എന്ന മാതിരി നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ആ സുഖിയൻ്റെ കോട്ടിങ്ങിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ട്രഡീഷണൽ സുഖിയൻ്റെ കോട്ടിങ്ങിനൊരു മഞ്ഞ കളർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു. അത് സ്പൂണിൻ്റെ അല്ലെങ്കിൽ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പാത്രത്തിൻ്റെ സൈഡിൽ ചേർത്ത് ഇളക്കുകയാണെങ്കിൽ മൈദയുടെ കട്ടയെല്ലാം പെട്ടെന്ന് പോയിക്കോളും. അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കണം. ഞാൻ തരിതരിപ്പുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് സുഖിയൻ്റെ കോട്ടിങ്ങിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അരിപ്പൊടിയും കൂടെ ഈ മൈദയിലേക്ക് യോജിപ്പിക്കുക. അരിപ്പൊടി പെട്ടെന്ന് യോജിച്ചോളും. ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ സുഖിയൻ്റെ കോട്ടിങ് നമ്മൾ സുഖിയൻ ഇതിൽ മുക്കി എണ്ണയിലിടുമ്പോൾ ഇത് ഒരുപാട് ലൂസാണെങ്കിൽ ആ കോട്ടിങ് ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ കോട്ടിങ് പൊട്ടി സുഖിയൻ്റെ പയറെല്ലാം എണ്ണയിൽ പോവും. അതുകൊണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ വേണം. കോട്ടിങ് ഭയങ്കര തിക്കാണെങ്കിലും നന്നാവില്ല. ചെറുപയർ ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഉരുളകളുടെ സൈസ് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇഷ്ടമുള്ള സൈസിൽ ഉരുട്ടി നല്ല ഫേമായിട്ട് നല്ല മുറുക്കി പിടിച്ചിട്ട് വേണം ഉരുട്ടി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് എണ്ണയിടുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ വിട്ട് പൊട്ടിപ്പോവും. അതുകൊണ്ട് നല്ല ഉറപ്പിച്ച് പിടിച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ബാക്കി ചെറുപയർ മിക്സും കൂടെ നന്നായിട്ട് ഉരുട്ടി എടുത്ത് പ്ലേറ്റിലേക്ക് ആദ്യം റെഡിയാക്കി വയ്ക്കുക. എല്ലാ ചെറുപയറും ഉരുളകളാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വറുക്കാനായിട്ടുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓരോ ഉരുളകൾ നമ്മൾ ഉണ്ടാക്കിയ മൈദ മിക്സിൽ മുക്കിയിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക് ഇടുക. നന്നായിട്ട് ചൂടായ എണ്ണ ആയിരിക്കണം. അതുപോലെ ബാക്കി ഉരുളകളും കൂടെ മൈദയിൽ മുക്കി എണ്ണയിലിടുക. ഇത് ഇടുമ്പോൾ കുറച്ച് സ്പേസ് കൊടുത്ത് വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് സ്കിൻ വിട്ടുപോകും. വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചെറുപയറെല്ലാം കൂടെ എണ്ണയിൽ പോകും. അങ്ങനെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ഇടാൻ പറ്റുന്ന അത്രയും ഉരുളകൾ ഇടുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് മറിച്ച് ഇടണം. മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പതുക്കെ വേണം തിരിക്കാനായിട്ട്. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിങ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ചെറുപയറെല്ലാം പുറത്തു പോകും. മറിച്ചിട്ട് ചെറുതായിട്ട് ആ വശം കൂടി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതിൻ്റെ കോട്ടിംഗ് എല്ലാം. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി അതിനുശേഷം ബാക്കി ഉരുളകളും കൂടെ ഇതുപോലെ തന്നെ മാവിൽ മുക്കി എണ്ണയിലിട്ട് വറുത്ത് എടുക്കുക. അങ്ങനെ സുഖിയൻ റെഡിയായി. ഇതൊരു സൂപ്പർ പലഹാരമാണ്. ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.